യമന്റെ അതിർത്തി പ്രദേശമായ ഹുദൈദയിൽ വീണ്ടും ഹൂത്തികൾ ബ്രിട്ടന്റെ കപ്പലിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ കപ്പലിന് വലിയ രീതിയിൽ കേടുപാട് സംഭവിക്കുകയും തീപിടിക്കുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമാണ് ഈ കപ്പലിന് നേരെ നടത്തിയത് എന്നുള്ളതും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഹൂത്തികൾ നടത്തിയത് എന്നതിനാൽ പെട്ടെന്ന് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ 2 കപ്പലുകൾ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നിരിക്കും. യുഎസിന്റെ അബ്രഹാം ലിങ്കൺ കപ്പലും യുഎസിന്റെ ജോർജ് വാഷിംഗ്ടൺ കപ്പലുമാണ്. അത് വലിയ യുദ്ധക്കപ്പലാണ്. ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഏത് തരത്തിലാണ് ഉദ്ദേശ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പൊ ആദ്യ ഘട്ടത്തിൽ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ ഇപ്പോഴും പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി ഹൂത്തികൾക്കിടയിൽ അല്ലെങ്കിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് സാധിച്ചിട്ടില്ല എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ബ്രിട്ടന്റെ ഈ കപ്പലിന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത്. പറയുന്ന കാര്യം 100ഓളം കപ്പലുകൾ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ കപ്പലുകൾ തകർന്ന് കടലിൽ മുങ്ങിപ്പോയതുണ്ട്, തീപിടുത്തം ഉണ്ടായതുകൊണ്ട്, ചെറിയ പരിക്കോടെ രക്ഷപ്പെട്ടതുണ്ട്. കപ്പൽ പിടിച്ചടക്കി ഈ ഹൂത്തികളുടെ കൈവശത്തിൽ വെച്ചുകൊണ്ട് അത് ടൂറിസ്റ്റ് മേഖലയായിട്ട് പ്രഖ്യാപിച്ച സംഭവമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന സംഭവങ്ങളാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികളും അമേരിക്കൻ സൈനികരും തമ്മിൽ ഉണ്ടായിരിക്കുന്ന വിഷയത്തിന്റെ ഭാഗമായിട്ട് ശേഷിപ്പായിട്ട് നിലനിൽക്കുന്നത്. ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഏകോപനത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം പ്രതിരോധം ഉണ്ടാക്കിയത്. ആ പ്രതിരോധമൊന്നും എവിടെയും എത്തിയിട്ടില്ല. അതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞത് അറബ് മേഖലയും അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ ഈ നിലപാടിനോട് സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചെങ്കടൽ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലേക്കുള്ള ഏറ്റവും ഷോർട്ടായിരിക്കുന്ന വഴിയാണ്. അത് യമന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. യമന്റെ കടലിടുക്കിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. അതിന്റെ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ ഹൂത്തികളുടെ കൈവശത്തിലാണ്, അവരുടെ നിയന്ത്രണത്തിലാണ്. അവരുടെ നിയന്ത്രണത്തിലുള്ള കടലിന്റെ ഭാഗത്തിലൂടെ മറ്റുള്ള കപ്പലുകൾ പോവുകയാണെങ്കിൽ തങ്ങളുടെ അനുമതി വാങ്ങണം. അത് ഇസ്രായേലിന്റെയും ബ്രിട്ടന്റെയും അമേരിക്കയുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കപ്പലെ ഓടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ആക്രമിക്കുമെന്ന് ആദ്യം തന്നെ ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയതാണ്. അതിന്റെ തുടർച്ചയായ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പൊ നടന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ യുദ്ധവിരാമവും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ പ്രോസി വിഭാഗം, ഇറാനെ പിന്തുണക്കുന്ന വിഭാഗങ്ങൾ സജീവമാണ് എന്നും അവരുടെ ഭാഗത്തു നിന്ന് നിരന്തരം ആക്രമണം ഉണ്ടാകുന്നു, ഒറ്റപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ ഒരു പ്രദേശത്തെ മാത്രമല്ല, വ്യത്യസ്തമായിരിക്കുന്ന പ്രദേശത്തും വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിലും ഈ യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും റിപ്പോർട്ടായിട്ട് പുറത്തു വരില്ല. കാര്യം എന്ന് പറയുന്നത് ഒരു അകത്ത് നടക്കുന്ന സംഭവങ്ങൾ ആ രാജ്യത്തിലെ ഭരണാധികാരികളുടെ അനുമതി ഉണ്ടെങ്കിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഗവൺമെന്റ് ഒക്കെ അവിടുത്തെ മീഡിയകൾക്കൊക്കെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിനാൽ ആ രാജ്യത്ത് നടക്കുന്ന പല സംഭവങ്ങളും പുറത്തു വരുന്നില്ല. ഏറെക്കുറെ മറ്റുള്ള രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത്. ഗസയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഭരണ സംവിധാനമില്ല, ഒരു ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമല്ല അവിടെ ഉള്ളത് എന്നതിനാൽ അവിടുത്തെ റിപ്പോർട്ട് ഏത് തരത്തിലും റിപ്പോർട്ടായിട്ട് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഒരു നിയന്ത്രണങ്ങളും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഉക്രൈൻ റഷ്യ തമ്മിലുള്ള യുദ്ധമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഉക്രൈന്റെ സൈനികർക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പുറത്തു വിടുന്നത് റഷ്യൻ സൈന്യമാണ്. റഷ്യൻ സൈന്യങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഉക്രൈന്റെ സൈന്യമാണ്, അല്ലെ ഉക്രൈൻ ഗവൺമെന്റാണ്. അങ്ങനെയാണ് പല ഘട്ടങ്ങളിലും ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സംഭവങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഈ മേഖല എന്ന് പറയുന്ന സമയത്ത് യമനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹൂത്തികളുടെയും ഈ ലബനാനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെയും ഒക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ പല ഘട്ടങ്ങളിലും പുറത്തു വരാറില്ല. ചിലതൊക്കെ വീഡിയോ സഹിതം റെക്കോർഡ് ചെയ്തുകൊണ്ട് പ്രാദേശിക ചാനലിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയക്കും നൽകുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണ് നടന്നിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ലോകം തന്നെ അറിയുന്നത്. ഇങ്ങനെയാണ് അതിന്റെ സ്ഥിതിവിശേഷം. അപ്പോൾ ഈ ചെങ്കടലിനെ സുരക്ഷിതമാക്കാൻ വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംവിധാനം ഒരുക്കിയിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരന്തരം പരാജയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. യുദ്ധവിരാമത്തിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഈ യുദ്ധവിരാമത്തിന് ശ്രമം നടത്തുന്നതോടൊപ്പം തന്നെ ശക്തമായിരിക്കുന്ന യുദ്ധത്തിന്റെ രീതിയിലേക്ക് ഇറാൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ പ്രത്യേകമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ
ആകാശ യുദ്ധം വലിയ ശക്തമായ രീതിയിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ലെബനാനിൽ നിന്നും ഇസ്രായേലിലേക്കും അതേപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് ലെബനാനിലേക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായിരിക്കുന്ന യുദ്ധം ഈ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പൊ തുടങ്ങിയിട്ട് ഏകദേശം 10-15 ദിവസമായി. ഹമാസിന്റെ നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ യുദ്ധപ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഇറാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധം ഇപ്പോൾ നടക്കുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പും ഇസ്രായേലും തമ്മിലാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ യുദ്ധങ്ങളും വലിയ മരണങ്ങളും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആരും മോശക്കാരല്ലാത്ത രീതിയിലുള്ള യുദ്ധമാണ് നടക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഹമാസിന്റെ ഭാഗത്തുനിന്നും ആകാശയുദ്ധം, അത് റോക്കറ്റ് ആക്രമണം പോലെയുള്ള ആകാശയുദ്ധങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നും റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്ചര്യപ്പെട്ടിരിക്കുന്ന കാര്യം ഈ ആയുധ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഇവരുടെ കൈവശത്തിലെത്തുന്നത്, ആരാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. വ്യത്യസ്ത ലോക രാജ്യങ്ങളുടെ ശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ ഒരു ശ്രേണി ഇവരുടെയൊക്കെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ ചൈനയുടെ മീഡിയ ഉണ്ട്, റഷ്യയുടേതുണ്ട്, ഇറാന്റേതുണ്ട്, കൊറിയയുടേതുണ്ട്. വ്യത്യസ്ത ലോക രാജ്യങ്ങളുടെയൊക്കെ ആയുധങ്ങൾ ഇവരുടെ കൈവശത്തിലുണ്ട്. ഈ റഷ്യയുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ പല ഘട്ടങ്ങളിലും ഇറാനിലൂടെ ഇവിടേക്ക് എത്തുകയാണ് എന്ന റിപ്പോർട്ട് ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ അതിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ മുമ്പേ ഒരുക്കി കൂട്ടിയിട്ടാണ് യുദ്ധത്തിന് തയ്യാറായത് ഒക്ടോബർ 7 എന്ന് ഏറെക്കുറെ പിന്നീട് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും യഥാർത്ഥത്തിൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയിലാണ്. വിജയിക്കാത്ത ഒരു യുദ്ധത്തിന്റെ മുനമ്പിലാണ് തങ്ങളുള്ളത് എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിന്റെ സൈന്യത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഹമാസിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവർക്ക് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു, ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കായിരുന്നു, ഹമാസിന്റെ ആയുധ ശേഖരം പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കായിരുന്നു, അവരുടെ നേതാക്കന്മാരെ മുഴുവൻ കൊല്ലാനും വേണ്ടി സാധിക്കായിരുന്നു. അതൊന്നും സാധിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവരുടെ ആയുധ ശൃംഖലത്തിന്റെ ആസ്തി എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സർവ്വ മേഖലയിലും ഇറാന്റെ പ്രോക്സി വിഭാഗം ശക്തമായിരിക്കുന്ന യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അമേരിക്ക ഞങ്ങൾ പ്രതിരോധം ഉണ്ടാക്കിയിരിക്കുന്നു, ഞങ്ങൾ കപ്പൽപ്പട എത്തിയിരിക്കുന്നു, ഞങ്ങളുടെ സൈന്യം എത്തിയിരിക്കുന്നു, ആകാശ യുദ്ധമാണെങ്കിൽ അത് ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലൊക്കെ പറയുന്നു. അതായത് ഇസ്രായേലിന് സുരക്ഷിതമായിരിക്കുന്ന മേഖലയാക്കാൻ വേണ്ടി മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് സമാധാനത്തിന് ശ്രമം നടത്തുന്നു, മറുഭാഗത്ത് യുദ്ധം രൂക്ഷമാകാൻ വേണ്ടി ആയുധങ്ങൾ നൽകുന്നു. ഈ രണ്ട് പ്രവൃത്തിയും അമേരിക്ക ഇപ്പം ചെയ്തല്ല. 1948 ഇസ്രായേലിന്റെ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ലോകത്ത് ആദ്യം തന്നെ ഈ ഇസ്രായേലിന്റെ പ്രഖ്യാപനം അംഗീകരിച്ച രാജ്യങ്ങളിലൊന്ന് അമേരിക്കയാണ്. ബ്രിട്ടനാണ് ആദ്യം അംഗീകരിച്ചത്, തൊട്ടടുത്ത് തന്നെ അമേരിക്ക അംഗീകരിച്ചിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് അംഗീകരിച്ചു. ഇന്ത്യയൊക്കെ ഭീകര രാജ്യങ്ങൾ എന്ന് തന്നെയാണ് ഇസ്രായേലിനെ പരാമർശിച്ചത്. നമുക്കൊരു 10-25 വർഷം മുമ്പുള്ള പാസ്പോർട്ടുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി അതിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇസ്രായേൽ ഒഴികെ ലോകത്തെ എല്ലാ രാജ്യത്തും സന്ദർശിക്കുക എന്ന് പ്രത്യേകമായ രീതിയിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിൽ സീലടിച്ചിരുന്നു. ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലായിരുന്നു ഇസ്രായേലിനെ. അതൊരു തീവ്ര ചിന്താഗതിയുള്ള ഭീകര രാജ്യമാണ് എന്ന് തന്നെയാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് എന്ന് തോന്നുന്നു ഇസ്രായേലിനെ അംഗീകരിക്കുകയും എംബസി ഉണ്ടാക്കാനുള്ള കരാർ പത്രങ്ങളിലൊക്കെ ഒപ്പിട്ടത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ, ഇന്ദിരാഗാന്ധിയുടെ, നെഹ്റുവിന്റെ കാലഘട്ടത്തിലൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നു അതിന്റെ സ്ഥിതി. പിന്നീടാണ് ഘട്ടം ഘട്ടമായ രീതിയിൽ ഓരോരോ രാജ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അംഗീകരിക്കാത്തതിന്റെ കാര്യം എന്താണ്? ഫലസ്തീന്റെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ വീടുകൾ സ്ഥാപിച്ചത്, അവരുടെ വ്യവസായ മേഖല സ്ഥാപിച്ചത്, കാർഷിക സംവിധാനങ്ങൾ ഉണ്ടാക്കിയത്, ഫലസ്തീനുകളെ ആട്ടി ഓടിപ്പിച്ച് എങ്ങനെയൊക്കെയാണോ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്തത് ആ പ്രവൃത്തി തന്നെയാണ് ചെയ്തത്. അങ്ങനെ അവർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു, ലോകം അമേരിക്ക അത് അംഗീകരിക്കുന്നു, ബ്രിട്ടൻ അത് അംഗീകരിക്കുന്നു, UN സഭയിൽ അത് പാസ്സാക്കിയെടുക്കുന്നു. അങ്ങനെ അവരുടെ പ്രദേശം വീണ്ടും കുറേശ്ശെ നീട്ടുന്നു. അതിനനുസരിച്ച് ഫലസ്തീൻ അങ്ങനെ ഒതുങ്ങി പോകുന്നു. ഇതാണ് അതിന്റെ ചരിത്രം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതിന്റെ പ്രതിരോധവും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടത്. അതാണ് ആന്റണിയോ ഗുട്ടറസ്, UN സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് തന്നെ ഹമാസിനെ പ്രശംസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഹമാസിന്റെ പ്രവൃത്തി അംഗീകരിച്ചുകൊണ്ടോ പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഹമാസിന്റെ ഇസ്രായേലിലേക്കുള്ള അധിനിവേശം അത് പതിറ്റാണ്ടുകളുടെ ചരിത്രത്തിന്റെ ഭാഗമായി അവരുടെ ത്യാഗത്തിന്റെയും അല്ലെങ്കിൽ അവരെ അനുഭവിച്ച പീഡനത്തിന്റെയും
പ്രത്യാക്രമണമാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ സമയത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ചരിത്രത്തെ ഒക്ടോബർ 7 മുതൽ ഇങ്ങോട്ട് എണ്ണേണ്ട കാര്യമില്ല. 948 അതിൻ്റെ മുൻപെയോ രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ചോ നമ്മളത് എണ്ണുകയും കൂട്ടുകയും കീക്കുകയും ചെയ്ത സമയത്താണ് യഥാർത്ഥത്തിൽ എന്താണ് പാലസ്തീൻ എന്നും എന്താണ് ഇസ്രായേൽ എന്നും ലോകത്തിന് മനസ്സിലാവുക എന്ന് UN സഭാ സെക്രട്ടറിയായ ആന്റണിയോ ഗുട്രസ് തന്നെയാണ് ഹമാസിനെ പ്രശംസിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. വലിയ കോളിലൊക്കെ ഉണ്ടായിരുന്നു. ഇസ്രായേലിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി തന്നെ ഐക്യരാഷ്ട്രസഭയിൽ അതിനെ ചോദ്യം ചെയ്തു. അങ്ങനെയല്ല സംസാരിക്കേണ്ടത്, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന തരത്തിലൊക്കെ വലിയ വിമർശം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആന്റണി ഗുട്രസിനോട് നടത്തിയിട്ടുണ്ടെങ്കിലും ആന്റണി ഗുട്രസ് ആ നിലപാടിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്നൊരു പ്രത്യേകത. ശൂന്യതയിൽ നിന്നുണ്ടായതല്ല ഹമാസിന്റെ യുദ്ധം എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു എന്ന് ഈ അടുത്ത കാലത്തും ഗുട്രസ് പറഞ്ഞതിന്റെ അടിസ്ഥാനം ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന രാജ്യങ്ങൾ ഇപ്പോഴും പാലസ്തീനോട് ചെയ്യുന്നത് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് എന്ന് യഥാർത്ഥത്തിൽ UN സഭാ സെക്രട്ടറി തന്നെ അടിവര ഇടുകയാണ്.